റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്നു. അന്ന റജുലൻ മിനൽ അറാബി ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആമന ബിഹി വത്തബഅഹു ثم قال ഉഹാജിറ മഅക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലെ ഞങ്ങളെ വിശ്വസിച്ചിരിക്കണം, ഞങ്ങളെ പിൻപറ്റണം, ഞങ്ങളൊപ്പം ഹിജറ ചെയ്യാണ്, നിങ്ങളിലേക്ക് ഹിജറ ചെയ്ത് വന്നിക്കുകയാണ്. അങ്ങനെ റസൂൽ ആ വ്യക്തി അങ്ങനെ വന്നു. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഗനീമത്ത് സ്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭാഗമായി തിരിച്ചിട്ട് ഒരു ഭാഗം, അതിൽ ചില ഹദീസുകൾ അതൊരു ഒട്ടകത്തിന്റെ ചെറിയ ഒട്ടകമാണ് എന്നുള്ള നിലക്ക്, എന്തായാലും ഒരു ഗനീമത്ത് സ്വത്തിന്റെ ഒരു ഭാഗം ഈ വ്യക്തിക്ക്, ഈ അറാബി വിശ്വസിച്ച് വന്ന ആ അറാബിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. സഹാബാക്കൾ ആ അറാബിയുടെ അടുത്ത് പോയി, എന്നിട്ട് ഇത് നൽകി. ആ അറാബി ചോദിച്ചു, മാഹാദ, ഇതെന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖിസ്മുൻ ഖസമഹു ലക നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദഹു ഫജാഅ ബിഹി ഇല നബി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഭാഗം തന്നതാണ്, ഗനീമത്ത്. അങ്ങനെ അയാൾ അത് വാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ചു ചോദിച്ചു, മാഹാദ, ഇതെന്താണ് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഖാല മാ അല ഹാദാ ഇത്തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളെ പിൻപറ്റിയത്. വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർമ ഇലാ ഹാഹുനാ. അയാളുടെ കഴുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ പിൻപറ്റിയത് എന്റെ ഇവിടെ അമ്പ് തറക്കണം, കഴുത്ത് കാണിച്ചിട്ട് എന്റെ ഇവിടെ അമ്പ് ഇറക്കണം. ബിസഹ്മിൻ ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന, അങ്ങനെ അതുകൊണ്ട് ഞാൻ മരണപ്പെടണം, അങ്ങനെ ഞാൻ സ്വർഗ്ഗത്ത് കിടക്കണം പറഞ്ഞു. അദ്ദേഹം പറയാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, നീ പറഞ്ഞത് സിദ്ഖോട് കൂടിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ അള്ളാഹ് നിന്നോട് സത്യസന്ധത കാണിക്കും, അള്ളാഹ് നിന്നോടും സിദ്ഖ് കാണിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, നമ്മൾ പറയുന്ന വാക്കുകളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളോട് സത്യസന്ധത കാണിക്കുന്നത്. അങ്ങനെ ആ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കുറെ ശരീരങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ശരീരം ഇങ്ങനെ കിടക്കണ കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ചോദിച്ചു, ഹുവ, ഇതവനാണോ ചോദിച്ചു, ഇതവന്റെ ശരീരമാണോ ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നഅം, അതേന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖല്ലാഹ് ഫസ്വദഖഹു, അവൻ സിദ്ഖ് കാണിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടും സിദ്ഖ് കാണിച്ചു. അവൻ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അവൻ പറഞ്ഞ വാക്ക്, റസൂലെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചത് എന്റെ ഇവിടെ അമ്പ് തറച്ചിട്ട് മരിക്കാനാണ് എന്ന് പറയുമ്പോ അവന്റെ വാക്കിന്റെ സത്യസന്ധത അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾക്ക് പലപ്പോഴും പലതും നടക്കാത്തത് നമുക്ക് സിദ്ഖില്ലാത്തതുകൊണ്ടാണ്, നാവില് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ഗൗരവേറിയ വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എത്രത്തോളം സിദ്ഖോട് കൂടിയാണ് എന്നുള്ളത്. തൗഹീദിന്റെ അസ്ലിയായ കാര്യത്തിൽ ഒന്നാമതാണത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ദുനിയയിൽ തന്നെ, ഫലിവാഹിദിൻ കുൻ വാഹിദൻ ഫീ വാഹിദി അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ. ഫലിവാഹിദിൻ, നീ ഒന്നായി കൊണ്ടായിരിക്കണം. കുൻ വാഹിദൻ, ഫലിവാഹിദിൻ, നീ ഒന്നിനു വേണ്ടിയായിരിക്കണം. കുൻ വാഹിദൻ, ഒന്നായിക്കൊണ്ടായിരിക്കണം. ഫീ വാഹിദിൻ, ഒന്നിലായിക്കൊണ്ടായിരിക്കണം. അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ, അതാണ് ഹക്കിന്റെയും ഈമാനിന്റെയും പാത. ഫലിവാഹിദിൻ എന്ന് പറഞ്ഞാൽ മുഖ്ലിസൻ, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. കുൻ വാഹിദൻ, ഒന്നായിക്കൊണ്ടായിരിക്കണം, സ്വാദിഖായിക്കൊണ്ടായിരിക്കണം. ഫീ വാഹിദിൻ മുത്തബിഅൻ, റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടോ, അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ, ഹക്കിന്റെയും ഈമാനിന്റെയും വഴിയാണത്. ഹക്കിന്റെയും ഈമാനിന്റെയും വഴിയാണത്. അല്ലാഹു തആല കൈവിടൂല. സിദ്ഖോട് കൂടി നമ്മൾ എന്ത് ചെയ്തോ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ എതിർത്താലും അതിന്റെ ഫലം ഉണ്ടായിരിക്കും, ഉറപ്പ്.